പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനായി കോൺക്ലേവിൽ പങ്കെടുക്കുന്ന 131 കർദിനാൾമാർ റോമിൽ എത്തിച്ചേർന്നു. ഇലക്ടർമാരായ 133 കർദിനാൾമാരിൽ 2 പേരും കൂടി ഇനി റോമിൽ എത്താനുണ്ടെന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. കോൺക്ലേവിനായി എത്തിച്ചേർന്ന കർദിനാൾമാർ താമസിക്കുന്ന കാസ സാന്താ മർത്തയിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് പൂർത്തിയാകുമെന്നാണ് അറിയിച്ചത്. നാളെ മുതലാണ് കർദിനാൾമാരുടെ താമസം സാന്താ മർത്തയിലേക്ക് മാറ്റുന്നത്. പത്രോസിന്റെ അടുത്ത പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 7 ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത്. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ ലഭ്യമാക്കുവാൻ സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ കഴിഞ്ഞ ദിവസം ചിമ്മിനിക്കുഴൽ സ്ഥാപിച്ചിരുന്നു. യൂറോപ്പിൽ ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കർദിനാളുമാർ ഉള്ളത്, 19 കർദിനാളുമാർ. ഫ്രാൻസ് 6, സ്പെയിൻ 5, അമേരിക്കകളിൽ നിന്നുള്ള 37 കർദിനാൾമാർ, ഏഷ്യയിൽ നിന്ന് 23, ആഫ്രിക്കയിൽ നിന്ന് 18, ഓഷ്യാനിയയിൽ നിന്ന് 4 എന്നിങ്ങനെയാണ് കണക്കുകൾ. കർദിനാൾ മാർ ബെസിലിയൂസ് ക്ലീമിസ് ബാവ, കർദിനാൾ ജോർജ് കുവക്കാട് ഗോവ, ദാമൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി, ഹൈദരാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അന്തോണി പൂള എന്നിവരാണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന വോട്ടവകാശമുള്ള കർദിനാളുമാർ.